നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസത്തെ കഥകളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നലെ കണ്ടു. ഒടുവില് ബാലേന്ദ്രൻ മനസ്സിലിങ്ങനെ ആലോചിക്കുക, എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാലോ അതോടുകൂടി വൈജയന്തിയുടെ അഹങ്കാരം തീരും. കാരണം വൈജയന്തി അമ്മാതിരി വർത്താനമൊക്കെയാണ് ബാലേന്ദ്രനോട് പറഞ്ഞേ. ബാലേന്ദ്രന്റെ ഒരുമാതിരി ഒന്നും വല്ലാതാക്കുന്ന രീതിയിൽ. അപ്പോഴേക്കും ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചു, സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ തീർന്നു. 10-23 വർഷക്കാലം മുമ്പ് നീ പഠിച്ചു പ്രസവിച്ചതാടി അലീനെ എന്നൊക്കെ. പക്ഷെ അപ്പോഴേക്കും ബാലേന്ദ്രൻ നിയന്ത്രിച്ചു, വേണ്ട, ഇനി അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലീനയുടെ മുഖമാണ് പെട്ടെന്ന് ബാലേന്ദ്രന്റെ മനസ്സിലേക്ക് വന്നേ. താൻ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, ഈ കുടുംബം തന്നെ താർന്നില്ലാതാവും. ശരിക്കും പറഞ്ഞ ബാലേന്ദ്രന് വൈജയന്തിയോട് ഒരു പുച്ഛമാണ് തോന്നിയത്. വൈജയന്തിയെ നോക്കി ഒരു പുച്ഛ ചിരിയിരിച്ചിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേനും വൈജയന്തിക്കാണെങ്കിലോ താൻ എന്താണ് വിജയിച്ചു, വിജയശ്രീയിൽ ആളതയായി എന്നൊരു മട്ടായിരുന്നു. കുട്ടികൾ പരസ്പരം നോക്കുകയാണ്. അച്ഛൻ എന്ത് പറ്റി ഒന്നും മിണ്ടാതെ പോകുന്നേ? സാധാരണഗതിയിൽ ഇത്രമാത്രം അച്ഛനെ താഴ്ത്തി കെട്ടിക്കഴിയുമ്പോ അച്ഛൻ എന്തേലും പറയേണ്ടതാ. പക്ഷെ എങ്കിൽ അച്ഛനൊന്നും മിണ്ടിയില്ല. ഈ സമയം ഭവിത എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. പിന്നാലെ തന്നെ കൃഷ്ണമോളും രോഹിത്തും കൂടെ ചെന്നു. പിന്നീട് എന്നിട്ട് രോഹിത്ത് പറഞ്ഞു, നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? നീ വെറുതെ ഇങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാകാൻ കാരണം. അതിന് അച്ഛനൊന്നും പറഞ്ഞൊന്നുമില്ലല്ലോ. അതെ, അച്ഛനൊന്നും പറഞ്ഞില്ല. കണ്ടില്ലേ, അച്ഛന്റെ മുഖത്ത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ എങ്കില് അച്ഛനൊന്നും മിണ്ടാതിരുന്ന അതെനിക്ക് മനസ്സിലായി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോട് പറഞ്ഞു, അത് ശരിയാ, അച്ഛൻ എന്തേലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ അമ്മയ്ക്കൊന്നും മിണ്ടാൻ പറ്റില്ലായിരുന്നു. അതെങ്ങനെ നിനക്കറിയാം? അതൊക്കെ എനിക്കറിയാം. ഇത് കേട്ടപ്പോഴത്തേനും ഭവിത പറഞ്ഞു, ഞാൻ വെറുതെ ഒന്ന് എരിപരി കയറ്റി നോക്കിയതില്ലേ അച്ഛനെ, അച്ഛൻ എന്ത് പറയുമെന്ന് അറിയാൻ വേണ്ടിട്ട്. പക്ഷെ എങ്കില് അച്ഛനൊന്നും മിണ്ടിയില്ല. ഒരു കാര്യം ഉറപ്പാ, അമ്മയെ തല്ലാൻ പറ്റാത്തതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഉറപ്പായിട്ടും തല്ലിയാനും അച്ഛൻ ആ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് മാത്രം. ശേ, ഞാനെങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ലല്ലേ? എനിക്ക് നല്ല വിഷമമാകുന്നുണ്ട്. സാരമില്ല, പോട്ടെ. ഇനിയിപ്പൊ നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. കഴിഞ്ഞത് കഴിഞ്ഞ് നീ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു. ആ സമയത്ത് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, എന്തോ രോഗേട്ടാ, എനിക്കെന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നു. അച്ഛന്റെ മുഖം കണ്ടിഞ്ഞപ്പോ പാവം അച്ഛനല്ലേന്ന് ചോദിച്ചു. അതെ. അപ്പോഴേക്കാണ് രോഹിത്തെന്നും പറഞ്ഞോണ്ട് വൈജയന്തിയുടെ വിളിവെച്ച് വരുന്നേ. എന്താ? രോഹിത്ത് പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. വാതക്കലേക്ക് അമ്മ നിൽക്കുന്നു. നീ എന്താ ഇവിടെ ഈ സമയത്ത്? ഒന്നുമില്ല. അല്ല, ഭവിതയുടെ മുറി നിനക്ക് എന്താടാ കാര്യം? ആഹാ, എനിക്ക് അവളോട് കാര്യം പറയാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വന്നു. അതൊക്കെ പകല് മതി, രാത്രി സമയത്താവുന്നു അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. രോഹിത് ഒരു അമ്പരപ്പോടെ നോക്കുവാണ്. ഇത് ഇവിടുത്തെ റൂള്. അവൻ അമ്മയൊന്ന് നോക്കിയിട്ട് പതുക്കെ മുറിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും ഭവിത വിളിച്ചു, അമ്മ ഇങ്ങോട്ടേക്കൊന്ന് വരാൻ പറഞ്ഞു. എന്താടി? അല്ല, ഏതൊന്നും ശരിയല്ല നമ്മ പറഞ്ഞത്. അതെ, ആങ്ങളായാലും പെങ്ങളായാലും പ്രായം കഴിഞ്ഞ ഒരകലമൊക്കെ വേണം. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഞങ്ങൾ തമ്മിലുള്ള അകലം നോക്കാനാണ് അമ്മ ഇത്രയും സമയം വാടക വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചോണ്ടിരുന്നത് എന്ന് ചോദിച്ചു. അതിന് വാടക വീട്ടിൽ ഞാൻ പോയില്ലല്ലോ. അല്ല, വാടക വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞാണ്ടാണല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിയത്. എന്നിട്ടോ കൊല്ലപ്പള്ളി വീട്ടിൽ പോയി താമസിച്ചു, അതുകൊണ്ടാണോന്ന് ചോദിച്ചു. പിന്നെ അതിന്റെ ഒരു കുഴപ്പം ഞാനിവിടെ കാണുന്നുണ്ട്. അതെ, രോഹിയേട്ടൻ ഇവിടെ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചാണ് അമ്മയുടെ ഏറ്റവും വലിയ കുറ്റമായിപ്പോയത്. അല്ല, കൊല്ലപ്പള്ളിയിൽ അമ്മ എങ്ങനെയായിരുന്നു? ആങ്ങളമാരെ പേടിച്ച് എത്രമാത്രം അകലം വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൃത്യ അളവൊന്ന് പറഞ്ഞു തരുവാണെങ്കിൽ അതേ അകലം തന്നെ ഞാൻ പാലിക്കാം. ഭവിതയും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചില്ല. ഇങ്ങനത്തെ വർത്താനം പറഞ്ഞോണ്ടല്ലോ അടിച്ചു ഞാൻ ചെകിട് പോയിക്കെന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി ഭീഷണിപ്പെടുത്തുവാണ്. ഭവിതയ്ക്ക് നല്ല ദേഷ്യം വന്നു. ഭവിത പെട്ടെന്ന് തന്നെ തലവഴിയാ പുതപ്പിട്ട് അങ്ങോട്ട് മൂടി. കുറച്ചു കഴിഞ്ഞപ്പത്തിനും ഭവിതയുടെ ഫോൺ ബെല്ലടിക്കാൻ നോക്കി. ബെല്ലടിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഭവിത ചാടി എഴുന്നേറ്റ് നമ്മൾ നോക്കി. അലീനയുടെ നമ്പറാണ്. ധൃതിയിൽ അത് മേശപ്പുറത്തുനിന്ന് എടുക്കാൻ തുടങ്ങുമ്പോഴത്തേനും ആ താഴേക്ക് വീണുപോയി. ഫോൺ ഓഫായി പോയി. അലീന പെണ്ണ് വീണ്ടും അലീന ഡയൽ ചെയ്യുവാണ്. എന്ത് ചെയ്യാ മോളെ, നിന്നെ വിളിച്ചിട്ടെന്നാ നീ എടുക്കായിരുന്നേ? ഓ, എന്ത് ചെയ്യാൻ എന്റെ ചേച്ചി, ഞാനൊന്ന് ധൃതി പിടിച്ചെടുത്തു കഴിഞ്ഞപ്പത്തേനും അതങ്ങോട്ട് ഓഫായി പോയെന്ന് പറഞ്ഞു. എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങള്? ഓ, ഇവിടെ എന്നാ വിശേഷം? ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അല്ല, അലീന ചേച്ചിക്ക് എന്നൊക്കെയുണ്ട് വിശേഷം? എനിക്കെന്താ വിശേഷം? ജോലിക്ക് പോയ ചേച്ചി? പോയി. അലീന ചേച്ചിക്ക് അവിടുത്തെ ജോലിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു വരിക. വലിയ പ്രയാസമുള്ള ജോലിയൊക്കെ ആണോ? ഇല്ലെന്നേ, ഒരുപാട് പ്രയാസമൊന്നും ജോലിയൊന്നും ഇല്ല. അതുകൊണ്ടാണ് എനിക്ക് വിഷമം. എനിക്ക് എന്തെങ്കിലും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഓ, ചേച്ചി കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക. പിന്നെ ഇത്രയും കാലം ചേച്ചി കിടന്ന് ജോലി ചെയ്തല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഭവിത ചിരിച്ചു.
അപ്പോഴേക്കും അലീന പറഞ്ഞു, നീ എന്തിനാ ചിരിക്കണേ? ഞാൻ വെറുതെ ചിരിച്ച. അത് പിന്നെ അലീന ചേച്ചി അഡ്രസ്സ് എനിക്കൊന്ന് തരാമെന്ന് ചോദിച്ചു. എന്തിന്? അല്ല, എനിക്കൊന്ന് കാണാൻ വരണമെങ്കിൽ കാണാൻ വരാലോ. അത് അച്ഛനോട് ചോദിച്ചാൽ പോരെ നിനക്കോ? ഓ പിന്നെ അപ്പോഴേക്കും വലിയ പോസായി. അതെ, വേണ്ടെങ്കി വേണ്ട, എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അതെന്താടി ഞാൻ അങ്ങനെ പറഞ്ഞേ? ഞാൻ പത്രത്തിൽ ഒരു ഫോട്ടോയും പരസ്യം കൂടെ കൊടുത്താൽ പോരെ? ഈ ഫോട്ടോയെ കാണുന്ന അലീന എന്ന പെൺകുട്ടിയെ കാണാതായിരിക്കുന്നു. എന്തെങ്കിലും വിവരം കിട്ടുന്ന താഴെ പറയുന്ന വിലാസത്തില് ഒന്ന് മതി നിർത്ത. ഓക്കെ, സമ്മതിച്ചു. വലിയ ബുദ്ധിശാലി തന്നെ. അല്ല, നീ അവിടെ എന്ത് ചെയ്യാ? കിടക്കുമായിരുന്നു. രോഹിത്തും കൃഷ്ണമോളോ? അറിയില്ല, കിടന്നു കാണുമായിരിക്കും. അതെന്താ അറിയാത്തെ? ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞില്ലേ? ഇല്ല. എന്താടി നിന്റെ സ്വരത്തിൽ എന്തോ ഒരു വല്ലായ്മ പോലെ? ഇങ്ങനൊന്നും ആയിരുന്നില്ല. എന്ത് പറ്റി നിനക്ക്? ഒന്നുമില്ല അലീന ചേച്ചി. അല്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. നീ എന്നോട് പറയാത്ത? ഒന്നുമില്ല. അല്ല, എന്താ കാര്യം? അതെ, അലീന ചേച്ചി ടൈം ടേബിൾ എല്ലാം അമ്മ ഇവിടെ വന്ന് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുക. അതെന്തിനാ? അമ്മയുടെ ടൈം ടേബിൾ അനുസരിച്ചെല്ലാം ചിട്ടപ്പെടുത്തണം. നമുക്ക് കാര്യം നടന്നാ പോരെ? അമ്മയ്ക്ക് അലീന ചേച്ചിയുള്ള വാശിയാന്നേ. ഞങ്ങളെ കിച്ചണിൽ കയറ്റുന്നില്ല, മുറ്റം വീടും തൂത്തു തുടയ്ക്കാൻ പോലും സമ്മതിക്കുന്നില്ല, ഒരു പണിയും ചെയ്യിക്കുന്നുമില്ല. അതൊന്നും സാരമില്ല മോളെ. നിങ്ങളോടൊന്നും അല്ലല്ലോ ദേഷ്യം, എന്നോടല്ലേ. അമ്മയോട് വഴക്കിനൊന്നും നിങ്ങൾ നിൽക്കണ്ടെന്നേ. നിങ്ങൾ നന്നായിട്ട് അങ്ങോട്ട് പഠിച്ചാൽ മതി. അതെ, ഇന്നിവിടെ ഒരു വഴക്കുണ്ടായി അലീന ചേച്ചി, അത് ഞാൻ കാരണം. പിന്നീട് ബബിത കുറച്ചു മുമ്പ് ലിവിംഗ് റൂമിൽ വെച്ചുണ്ടായ വഴക്കിനെ പറ്റി അലീനോട് സംസാരിച്ചു. സാരമില്ല കേട്ടോ, നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. മനസ്സ് കൈവിടെ ഇരുന്നാ മതി. അലീനൊന്ന് ആശ്വസിപ്പിച്ചു നോക്കി. എന്താന്ന് എനിക്ക് അറിയില്ല ചേച്ചി. എനിക്ക് ചില സമയത്ത് വല്ലാത്തൊരു സങ്കടം വരുന്നുണ്ട്. എനിക്ക് ചില സമയത്ത് ഭയങ്കര നിരാശ ഒന്നുവാ. എന്തിന്? ഞാനില്ലേടി കൂടെ. എന്ത് വന്നാലും നീ എന്നോട് വിളിച്ചു പറയണം. ഇനി നിന്നെ കാണാൻ വരണമെങ്കിൽ ഞാൻ വരാം. വീട്ടിലേക്ക് വരത്തില്ലെന്നുള്ളൂ. സ്കൂളിലോ ടൗണിലോ എവിടെയെങ്കിലും വെച്ച് നീ കിടന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അലീനെ അവളെ പറഞ്ഞ് ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. എപ്പോഴോ ഭവിത ഉറങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ രാത്രിയായ സമയത്ത് പുൽത്തകടിയിലെ കസാരകളും ടീപ്പോയും ഒക്കെ ഇട്ട് മദ്യപിക്കുകയാണ് സ്റ്റാൻലി. കൂടെ ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുക. കൂടെ സിഗരറ്റ് വലിക്കുന്നുണ്ട്. 2 നായ്ക്കൾ ഒഴികെ ബാക്കിയെല്ലാം അവരുടെ കൂടുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാൻലി അവധിക്കുട്ടിച്ചാനോട് താൻ പാലായി പോയി അലീനയെ കണ്ടതു മുതൽ ബാലേന്ദ്രൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത് വരെയുള്ള കാര്യങ്ങൾ മുഴുവൻ വിവരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവധിക്കുട്ടിച്ചായൻ പറഞ്ഞു, അതെ, നീ ഒരുപാട് കുടിച്ചു, മതി, ഇനി പോയി കിടന്നുറങ്ങാൻ നോക്ക്. അല്ല, അപ്പച്ചൻ ഉറങ്ങാൻ കൂടെ ഒഴിക്കട്ടെ. ഉറക്കത്തിന് വേണ്ടിട്ട് ഒരു ഡോസ്? വേണ്ട. അപ്പച്ചൻ എന്താ കുടിക്കാത്തെ? ഒരെണ്ണത്തിൽ മാത്രം നിർത്തിയെന്താ? ചിന്നമ്മയെ പേടിച്ചിട്ടാണോ? കാരണം അലീനയ്ക്ക് ചിന്നമ്മയുടെ രൂപന്നൊക്കെ അവധിക്കുടിച്ചായൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒറിജിനൽ ചിന്നമ്മേനെ ഞാൻ പേടിച്ചിട്ടില്ല. പിന്നെ നിന്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ്. അപ്പച്ച, ഒറിജിനൽ ചിന്നമ്മ ഇത് തന്നെയാ. അപ്പച്ചനും ചിന്നമ്മ പിന്നെ ഞാനും എല്ലാം കൂടി ചേർന്നിട്ടുണ്ടായ ഒരു ഉഗ്രൻ ചിന്നമ്മ. പാണ്ടമ്പളാക്കൻ ചിന്നമ്മ വേറൊരു വീട്ടിൽ നിന്ന് വന്നല്ലായിരുന്നോ? ഇത് പക്ഷെ നമ്മുടെ സ്വന്തം ചിന്നമ്മ. അത് വേറൊരു കാര്യം. സ്റ്റാൻലി അവിടെ ഇരുന്ന് ചിരിക്കുവാണ്. ഇതേ ലാലിച്ച, നിന്റെ തലയ്ക്ക് നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി മതി, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ നോക്കണ്ട. അപ്പച്ചൻ എന്തുകൊണ്ടാ ഒറ്റണത്ത് നിർത്തിയെന്ന് പറ. എനിക്കറിയണം. അവൾക്ക് ഇഷ്ടമില്ലാത്തോണ്ടല്ലേ? പിന്നെ നമ്മൾ കണ്ടമാനം കുടിച്ചിട്ട് ഇരുന്ന് കുഴഞ്ഞാടിയെന്ന് ആർക്കാ ഇഷ്ടപ്പെടുന്നേ? ലാലിച്ച, അവളുടെ മുന്നിൽ നമ്മൾ നമ്മുടെ വില കളയരുത്. പിന്നെ അവൾക്ക് നമ്മളോട് മതിപ്പ് തോന്നുമില്ല. അപ്പച്ചനിപ്പോ ചിന്നമ്മയുടെ മതിപ്പ് കിട്ടും എന്തിനാ? അല്ല, എന്തിനാ എനിക്കറിയത്തില്ല. അതെ, നമ്മളോട് സ്നേഹമുള്ളവരുടെ മതിപ്പ് നമുക്ക് കിട്ടണ്ടേ? സമ്മതിച്ചു. പക്ഷെ മിനിഞ്ഞാൻ തിരിച്ചു പോകാമെന്ന് അപ്പച്ചൻ എന്തിനാ വെറുതെ ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങണേ? അത് പറ. അപ്പോഴേക്കും അവത് കുടിച്ചാൻ പറഞ്ഞു, അതെ, എനിക്ക് അങ്ങനെ ധൃതി ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാ. ഒന്ന് പോ അപ്പച്ച. ഞാനാദ്യം വിചാരിച്ചു എന്റെ കൂടെ ഇരുന്ന് 2 ദിവസം വെള്ളം അടിക്കാൻ വേണ്ടിയെന്ന്. പിന്നെ മനസ്സിലായി അപ്പച്ചന് വെള്ളമൊന്നും വേണ്ടെന്ന്. അപ്പച്ചന് അതിനേക്കാളും വില ചിന്നമ്മയായിട്ടുള്ള കൂട്ടുകെട്ടാണെന്ന്. അല്ലേ അപ്പച്ച? അപ്പച്ച സത്യം പറ. ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കല്ലേ ലാലിച്ച. നീ നന്നായിട്ട് ഫിറ്റായിട്ടുണ്ട്. നീ പറയുന്ന പോലെ ഒന്നും അത് ശരിയാകത്തില്ല. ശരി, ഞാൻ പൂസ. അപ്പച്ചൻ പൂസില്ലല്ലോ. അപ്പച്ചന് സത്യം പറയാലോ. തുറന്നു പറ അപ്പച്ച, എങ്ങനെയുണ്ട് എന്റെ മോള്? നല്ല മോളല്ലേ? അത് ഞാൻ സമ്മതിച്ചല്ലോ. സുന്ദരിയല്ലേ, മിടുക്കിയല്ലേ എന്നൊക്കെ ചോദിച്ചു. അല്ലെന്ന് ആര് പറഞ്ഞടാ? അപ്പച്ചൻ എന്റെ മോളെ വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടല്ലേ? ശരിയല്ലേ? അപ്പച്ചനറിയാലോ, ഞാനിവിടെ ലോകത്തിന്റെ ഈ കോണിൽ ഒറ്റയ്ക്ക് ജീവിക്കുക. ആരുമില്ല. നന്ദിയുള്ള കുറച്ച് നായ്ക്കള് മാത്രം എന്റോടൊപ്പം ഉള്ളൂ. അപ്പോഴാ എനിക്ക് രാജകുമാരിയെ പോലെ ഒരുത്തിയെ കിട്ടിയത്. അപ്പച്ചൻ അറിഞ്ഞോ, ഞാൻ അവളുടെ പേര് മാറ്റി പ്രിൻസസ്. ഞാൻ എന്റെ രാജകുമാരിയെ കൊണ്ട് ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കും. അത് കൊള്ളാം. നല്ലതാ, എന്നെ കൂടെ കൊണ്ടുപോകണം.
പിന്നെ ആരെയും കൊണ്ടുപോകത്തില്ല. ഞങ്ങള് അപ്പനും മോളും മാത്രം. ഞങ്ങൾ ആകാശത്തിൽ കൂടെ പറക്കും, മഞ്ഞുമലയിൽ കൂടെ ഓടും, കടലിൽ കൂടെ നീന്തും. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ലാരിച്ച? അവതക്കുട്ടിച്ചാൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാലി പറഞ്ഞു, ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ രാജകുമാരിയുടെ കല്യാണം, അത് കഴിഞ്ഞാൽ രാജകീയമായിട്ട് നടത്തും. കോടീശനായി ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ചെറുക്കനെ കൊണ്ട് ഞാൻ അവളുടെ കഴുത്തി മിന്നു കെട്ടിക്കും. അതെല്ലാം വേണ്ട തന്നെയാ. അതെ, അവൾക്ക് ജീവിതത്തിൽ ഒരു കുറവുണ്ടാകരുത് അപ്പച്ച. അവള് സന്തോഷമായിട്ട് ജീവിക്കണം. ഒരുപാട് സങ്കടം അനുഭവിച്ചുകൊണ്ട് വന്നവളാ. അപ്പച്ചൻ അറിയാലോ. ഒക്കെ ശരി തന്നെ, പക്ഷെ നിനക്ക് വേറെ മക്കളുള്ളെന്നുള്ളത് മറന്നേക്കരുത്. ആ മക്കളെ പോലെ തന്നെയാണോ അപ്പച്ച എന്റെ ഈ മകള്? ഇവളെവിടെയായിരുന്നെന്ന് അപ്പച്ചൻ അറിയില്ലല്ലോ. 23 കൊല്ലം ആരോരുമില്ലാതെ ഒരു അനാഥാലയത്തില്. സ്റ്റാലിന് വീണ്ടും മദ്യക്കുപ്പി എടുത്ത് മദ്യം പകരാനായിട്ട് ഭാവിച്ചപ്പോഴത്തേനും അവധിക്കൂടെ ഞാൻ തടഞ്ഞു. മതി മതി, ഇനി വേണ്ട, നീ എഴുന്നേക്ക്. അല്ലെങ്കിൽ ശരിയാകത്തില്ല. മതിയെങ്കിൽ മതി. ഒടുവിൽ അവധിക്കുടിച്ചാൻ മകനെ പിടിച്ചെഴുന്നേപ്പിച്ചു. ആൻ്റപ്പനെ വിളിച്ച് കസാരൻ്റെ ഇപ്പോഴെല്ലാം അകത്തുകൊണ്ട് എല്ലാം ക്ലീൻ ചെയ്തെല്ലാം പറഞ്ഞു. അതെ, എന്നെ ആരും പിടിക്കൊന്നും വേണ്ട, ഒറ്റയ്ക്കാണ് ഞാൻ ജീവിച്ചേനെ. ആരും എന്നെ ഒരു കൈത്താങ്ങായിട്ട് വന്നിട്ടൊന്നുമില്ല. അങ്ങനെ അവധിക്കുടിച്ചാൻ്റെ കൈയൊക്കെ സ്റ്റാലിൽ തട്ടിമാറ്റി. പിന്നെ ഇടവഴിയിലൂടെ അയാൾ അങ്ങ് നടന്നു പോവാണ്. ആരോരുമില്ലാതെ 23 വർഷം. കാരണം സ്റ്റാലിയുടെ മനസ്സിൽ അത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നേ. അങ്ങനെ സ്റ്റാലിയെ മുറിയിൽ എത്തിച്ചിട്ട് ഉറങ്ങാൻ കിടത്തിട്ട് തിരിച്ചു പോരുന്ന വഴിക്ക് അവധിക്കുടിച്ചാൻ അലീനയുടെ മുറിയുടെ നിറക്കൊന്ന് നോക്കി. വാതിൽ ചാരിയിട്ടില്ലെന്നേ ഉള്ളൂ. അലീന ഇതുപോലെ ഉറങ്ങിയില്ല കിടന്ന്. വാതിലടയ്ക്കാനാണ് കുട്ടി കിടക്കണേ. അവധിക്കുടിച്ചായം വാതിൽ പതുക്കൊന്ന് തുറന്നു നോക്കി. അലീന മേശമ തല വെച്ച് കിടക്കുന്നുണ്ട്. അനക്കൊന്നുമില്ല. അവധിക്കുടിച്ചായം പതുക്കെ അടുത്തേക്ക് വന്നു. മോളെ, നീ എന്താ കസാരിലിരുന്ന് ഉറങ്ങിപ്പോയോ? അലീന പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അവളുടെ കണ്ണുകളും ഒക്കെ ഇങ്ങനെ കരഞ്ഞു കലങ്ങിയിട്ടുണ്ടായിരുന്നു. അവധിക്കുടിച്ചാൻ ആകെപ്പാടെ സങ്കടമായിപ്പോയി. എന്തിനാ മോളെ നീ കരഞ്ഞ? എന്ത് പറ്റി നിനക്ക്? അലീനെ എത്ര അടക്കിയിട്ടും അങ്ങോട്ട് വിരുമ്പിപ്പോയി. കാര്യം എന്താ വെച്ചാ പറ. ആരെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞോ? ഇല്ല, അവള് കണ്ണുടച്ച്. പിന്നെന്താ, എനിക്ക് ഇവിടുന്ന് പോയാൽ മതിയായിരുന്നു. അലീനയുടെ കണ്ടമൊക്കെ ഇടറി. അവധിക്കുടിച്ചാൻ ഒന്നുകൂടി അന്താടിച്ചു പോയി. പോയാ മതിയെന്നോ? ഇത്ര സൗകര്യങ്ങൾ കിട്ടിയിട്ടും ഇവളിവിടുന്ന് പോവെന്ന് പറയുന്നു. അവധിക്കുടിച്ചാൻ ഒന്നും അങ്ങ് മനസ്സിലായതുമില്ല. കുറച്ച് സമയം അലീന കരഞ്ഞു. പിന്നീട് അലീന കടപ്പാട്ട് വീട്ടിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവധിക്കുടിച്ചാനോട് ഇങ്ങനെ പറയണേ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവധിക്കുടിച്ചാൻ എന്ത് ചെയ്തു? മോളെന്നും പറിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. മെല്ലെ ആ മുഖം പിടിച്ചിരിച്ചിട്ട് പറഞ്ഞു, അതെ മോളെന്തിനാ വിഷമിക്കണേ? ദേ, നീ ആ വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നില്ല. നിന്നെ കൊണ്ട് കഴിയുന്നത് അതിലപ്പുറം നീ അവർക്ക് വേണ്ടി ബുദ്ധിമുട്ടില്ലേ? നിന്റെ കുറ്റം കൊണ്ടൊന്നും അല്ലോ അവിടുന്ന് പോരേണ്ടി വന്നതും. അപ്പൊ കടപ്പാട്ട് വീട്ടിൽ താൻ എത്തിയത് മുതലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒരു ചെറിയ വിവരണം തന്നെ അലീന അവധിക്കുടിച്ചാന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരല്ലേ മോളെ നിന്നോട് നന്ദികേട്ട് കാണിച്ചേ. നീ അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു? അതെ അപ്പച്ച, നന്ദികേടൊന്നും എന്നോട് ആരും കാണിച്ചിട്ടില്ല. എല്ലാരും എന്നെ സ്നേഹിക്കുകയേ ചെയ്തിട്ടുള്ളൂ. എന്റെ സഹോദരങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ടൊന്നും അല്ല അവരെന്നെ സ്നേഹിച്ചേ. ഞാൻ അവിടുന്ന് ചേച്ചിയാണെന്ന് അറിയാതെ അവരെന്നെ സ്നേഹിച്ചേ. അതിനല്ലേ കൂടുതൽ വില. പക്ഷെ നിന്റെ അമ്മയ്ക്ക് നിന്നെ കൺവെട്ടത്ത് കാണത്തില്ലായിരുന്നല്ലോ. അമ്മയ്ക്ക് അറിയില്ലോ ഞാൻ അമ്മയുടെ മോളാണെന്ന്. അറിഞ്ഞാൽ അമ്മ എന്തുമാത്രം വിഷമിക്കും. അറിയിക്കാൻ പറ്റില്ലല്ലോ. അറിയിച്ചാലും അറിയിച്ചില്ലേലും നിനക്കിനി അങ്ങോട്ട് തിരിച്ചെല്ലാനും വയ്യ. അപ്പൊ പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഇവിടുത്തെ കാര്യങ്ങളോർത്ത് വിഷമിക്കാതിരിക്കുക. അത് നിന്റെ വീടല്ല. ഇനി മുതൽ എന്താണ് നിന്റെ വീട്? ആ വീട് പോലെ തന്നെയാ വല്യപ്പച്ച എനിക്ക് ഈ വീടും. ഞാൻ പപ്പായുടെ മോളാണെന്ന് അറിയുമ്പോ ഇവിടെയും പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഞാൻ ഇവിടുന്ന് പോകേണ്ടി വരും. എങ്ങോട്ട് പോകാനായിട്ട്? ഇവിടെ നിനക്ക് എങ്ങോട്ടും പോകേണ്ടി വരില്ല. അതെല്ലാം ലാളിച്ച് നോക്കിക്കോളും. അവൻ നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് നിന്റെ കല്യാണം നടത്തിത്തരും. പിന്നെ അങ്ങനെ അങ്ങ് നീ ജീവിച്ചാൽ മാത്രം മതി. എനിക്കാരും ഉപേക്ഷിക്കാനൊന്നും വയ്യ വല്യപ്പച്ച. എന്റെ കൂടപ്പുറപ്പുകൾ അവിടെ കിടന്ന് വിഷമിക്കുക. എനിക്ക് ഇവിടെ കിടന്ന് സന്തോഷിക്കാൻ പറ്റില്ല. ഞാൻ അവരെല്ലാം ഒന്നിപ്പിച്ച് കൊണ്ടുവന്ന. ഇപ്പൊ കണ്ടില്ലേ, അമ്മ തിരിച്ചു വന്നോടെ എല്ലാം പൊളിഞ്ഞു. അവർക്ക് ഭയങ്കര സങ്കടമുണ്ട്. ബബിതയെ രോഹിത്തിനെയും വിളിച്ച് സംസാരിച്ചപ്പോ എനിക്കത് മനസ്സിലായി. അലീനയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു. അല്ല, ഇനി നീ അങ്ങോട്ട് തിരിച്ചു വന്നാൽ പിന്നെ ആ സ്ത്രീ നിന്നെ വീട്ടിൽ കയറ്റുമില്ലല്ലോ. അലീന ഒരു നിമിഷം ഒന്നും മിണ്ടാതിരുന്നു. അപ്പോഴേക്കും അതുകൂടി ഞാൻ ആശ്വസിപ്പിച്ചു. അതെ, അവരങ്ങനെ അങ്ങ് ജീവിച്ചോട്ടെ. അവരുടെ വിധിയാണെന്ന് സമാധാനിച്ചാൽ മതി. ഇവിടെ നിനക്കൊന്നും കുറവും വരാതെ ലാളിച്ച് നിന്നെ നോയിക്കോളും. അവധിക്കുട്ടിച്ചാന്റെ വാക്കുകള് അലീനെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിലും എന്തോ തന്റെ മുന്നിൽ മറ്റു മാർഗങ്ങളെന്ന് അവൾക്ക് ബോധ്യമായിട്ടുണ്ടായിരുന്നു. അതെ, നീ പോയി കിടക്കുമോളെ, വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അലീനെ നിർബന്ധപൂർവ്വം പിടിച്ച് കട്ടിലേക്ക് കൊണ്ടിരുത്തി. അപ്പോഴേക്കും അലീന പറഞ്ഞു, എനിക്കിന്ന് രാത്രി ഉറക്കം വരുന്നു തോന്നില്ല വല്യപ്പിച്ച. സാരമില്ല, നീ കണ്ണടച്ച് കിടന്നോ. കുറെ കഴിയുമ്പോൾ തനിയെ ഉറങ്ങിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് അലീനെ അവിടെ എടുത്തിട്ട് അവധിക്കുടിച്ചായ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയത്.
അങ്ങനെ ഒഴിവില്ല കുറെ സമയം കഴിഞ്ഞപ്പോ അലീന ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോടെ നിർത്തുന്നു. നന്ദി.